ഹലോ, വെൽക്കം ബാക്ക് ടു പോക്കറ്റ്. അപ്പോൾ നമ്മളിപ്പോൾ ഇതേ എല്ലാവരും കൂടിയിട്ട് ഞാൻ, സൈനു, കുട്ടു, കരുൺ എല്ലാവരും കൂടിയിട്ട് ഞങ്ങളിതേ ഉളുപ്പുണ്ണി എന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മൾ V4 ഒക്കെ കയറുന്നതാണ് പറഞ്ഞത് ആ ഒരു ഓഫ് റോഡിലേക്ക്. അപ്പോൾ പോണ വഴിക്കുള്ള കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസസ് ആണിത്. അടിപൊളിയില്ലേ? നിങ്ങൾ തന്നെ നോക്കിയേ. അയ്യോ, DTPC റെസ്റ്റോറൻറ്റ്. ആക്ച്വലി നമുക്ക് വാഗമണ്ണിക്ക് ഇപ്പോൾ പോകാനുള്ളൊരു വഴി എന്ന് പറയുകയാണെങ്കിൽ 2 വഴി ഉണ്ടായിരുന്നു. വേറൊരു വഴിയും കൂടി ഉണ്ട് നമ്മൾ വന്ന വഴി. അതല്ലാണ്ട് ഈ ഒരു വഴിയും കൂടിയും കാണിച്ചപ്പോൾ ഇതിൽ കൂടെ പോകുന്ന നോക്കിയതാ. പക്ഷെ അത് നല്ല മുതലായിട്ടോ. സത്യം പറയുകയാണെങ്കിൽ അടിപൊളി വ്യൂകൾ കിട്ടുന്നുണ്ട്. നല്ല രസമായിട്ടുള്ള തേയിലത്തോട്ടങ്ങളും നമുക്ക് കാണാൻ വേണ്ടി പറ്റും കേട്ടോ. അല്ലേ, നമ്മൾ വിചാരിക്കാത്ത പോലത്തെ ഡിഫറെന്റ് ടൈപ്സ് റോഡ്സുകൾ കേട്ടോ. ഐഫോണിൽ വിവിഡിലിട്ട പോലെ ഉണ്ട് കേട്ടോ ഇപ്പോൾ കാണാനായിട്ട്. ഈ ഒരു ഭാഗം വേറൊന്നുമില്ല, ആ ഒരു ഇലകളിലേക്ക് ആ സൂര്യൻ്റെ പ്രകാശം കുത്തനെ ഇങ്ങനെ അടിയിലേക്ക് അടിക്കാണ്. നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാട്ടോ നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇതേ ഒരു സീൻ കിട്ടിയത്. ഇതേ അവിടെ കാണാൻ വേണ്ടി പറ്റും. പാരച്യൂട്ടിൽ ഇതേ അവിടെ ഒരാള് പോണത് കണ്ടോ? അയ്യോ, ഏതായിരിക്കും ആളുടെ ഫീലൊക്കെ. നമുക്കും ചെയ്യാൻ പറ്റും. അതിന് എന്ത് റേറ്റ് വരുന്ന കാര്യങ്ങളൊന്നും അറിയില്ല. നമ്മൾ നേരത്തെ കണ്ട പോലെ അഡ്വഞ്ചർ പാർക്ക് ഇവിടെ നിന്നാണ് ഈ പറഞ്ഞ പാരച്യൂട്ട്. അവിടെ നിന്നൊക്കെ ഇവിടെ എൻട്രൻസ് ടിക്കറ്റ് കൗണ്ടർ 150 മീറ്റർ. നമുക്ക് ജസ്റ്റ് ഒന്ന് അന്വേഷിച്ച് നോക്കി നോക്കാം കേട്ടോ. ഗ്ലാസ് ബ്രിഡ്ജൊക്കെ ഇവിടെ എന്നാണോ പറയണത്? യെസ്, ഇവിടെയാണ് ഗ്ലാസ് ബ്രിഡ്ജ് എന്നൊക്കെയാണ് പറയണത്. നമുക്ക് പെർ ഹെഡ് എത്ര രൂപ വരുവാൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം കേട്ടോ. പെർ ഹെഡ് വേറെ എന്തൊക്കെ ആക്ടിവിറ്റീസ് ഉള്ളത്? ഗ്ലാസ് ബ്രിഡ്ജ് അല്ലാതെ സൈക്ലിംഗ്, സ്കൈറോള്, ജമ്പിങ്. 4000 രൂപ അല്ലേ പെർ ഹെഡ്? പെർ ഹെഡ് 4000 അല്ലേ? അതെ, താങ്ക് യു കേട്ടോ. അപ്പോൾ 4000 രൂപ കൊടുക്കണം ഇവിടേക്ക് എൻട്രിക്ക്. അതായത് ഗ്ലാസ് ബ്രിഡ്ജ് പോലെ പാരാഗ്ലൈഡ് കാര്യങ്ങളെല്ലാം, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾക്ക് പെർ ഹെഡാണ് 4000 അവർ പറയണത്. അപ്പോൾ അത്രയും നമ്മളെന്തായാലും ഇപ്പോൾ അത്രയും നമ്മളൊന്നും കരുതിയിട്ടില്ല. കണ്ട സ്ഥിതിക്ക് ജസ്റ്റ് ഇതിൻ്റെ റേറ്റ് കാര്യങ്ങളൊന്നും അന്വേഷിച്ചു എന്നുള്ളൂ. അത് കാരണം അറിയാത്തവർക്ക് ജസ്റ്റ് അറിയാനും പറ്റി, ഈവൻ ഞങ്ങൾക്കും. ഞാനും ഫസ്റ്റ് ടൈമാണ് ഉളുപ്പുണ്ണി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോണത്. അങ്ങോട്ട് കയറുമ്പോൾ തന്നെ നമ്മളുടെ ഒരാളുടെ ഹൈറ്റിൻ്റെ അടുത്തോളം പുല്ലും കാര്യങ്ങളൊക്കെ വളർന്ന് നിൽക്കണം. ഒരു വലിയൊരു കുന്നിൻ്റെ മുകളിലേക്ക്, അല്ലെങ്കിൽ ഒരു വലിയൊരു മലയുടെ മുകളിലേക്ക് കയറണമെന്നാണ് പറയണത്. ഫുള്ള് മണ്ണ് റോഡ് എന്നാണ് പറയണത്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഉളുപ്പുണ്ണി ജംഗ്ഷൻ എന്ന് പറയുന്നത്. ഈ ഒരു ജംഗ്ഷനിൽ നിന്ന് ഈ ലെഫ്റ്റേക്കുള്ള റോഡ്, ഈ സ്ട്രെയിറ്റ് പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഡാം ഉണ്ടെന്നാണ് ആൾ പറയണത്. ഡാമൊക്കെ കാണാൻ വേണ്ടി പറ്റും. താങ്ക് യു ചേട്ടാ. ഓക്കെ. ആള് അടിപൊളി കേട്ടോ. ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു.
ഇന്നതാണ് എന്നൊക്കെ എല്ലാം പറഞ്ഞു തന്നു കേട്ടോ ഡീറ്റെയിൽ ആയിട്ട്. അപ്പോൾ ഇപ്പോൾ ഒരു ജീപ്പ് ഇങ്ങനെ കയറി പോയിട്ടുണ്ട്, നമുക്ക് പോയി നോക്കി നോക്കാം. ഇനി കണ്ണ് കാണാൻ പറ്റില്ല എന്ന് തോന്നുന്നുണ്ട്. ഞാൻ ഇപ്പുറത്തെ ട്രാക്കിൽ കൂടെ പോവാം എന്തായാലും. ഓക്കെ, ആകെ പൊടി 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 പടലുണ്ട്. നമുക്ക് പോവാട്ടോ. ട്രാക്ഷൻ കൺട്രോൾ ഉള്ള കാരണം ട്രാക്ഷൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരാളുടെ ഹൈറ്റിൽ പുല്ല് നിൽക്കണ ഈ ഒരു ഓഫ് റോഡിൽ വേണം നമ്മൾ പോകാനായിട്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ബാക്കി കയറ്റാം. ട്രാക്ഷൻ ഉള്ളതുകൊണ്ടാണ്. ട്രാക്ഷൻ കൺട്രോള് അതെ. എൻ്റെ പൊന്നി, അറ്റ് ലാസ്റ്റ് ഇതിങ്ങനെ ഒരു വഴിക്കാണ് നമ്മൾ എത്തിയത്. കൊള്ളാം കേട്ടോ, അവിടെ രസമുണ്ട് കാണാനായിട്ട്. ഞാൻ പറഞ്ഞല്ലോ, ഒരു പ്രത്യേക തരം ഒരു ടെറൈൻ തന്നെ. നമ്മ വരാട്ടുമേട് കണ്ട പോലെ കുറേ കല്ല് പോലെ അങ്ങനെയൊന്നുമല്ല നമുക്കിവിടെ കാണപ്പെടുന്നത്. സ്ലോപ്പാണ്. മഴ പെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഈ റൂട്ടിൽ നമ്മൾ വിട്ടുപോകും. രസമുണ്ട്. ഇത്രയും നേരം നമുക്ക് ഇത്രയും ഹാർഡായിട്ടുള്ളൊരു സ്ഥലം കിട്ടിയിട്ട് ഇങ്ങനെ നമുക്ക് ഇത്രയും രസമായിട്ടുള്ള ഈ ഒരു പുല്ലുകളുടെ ഇടയിൽ കൂടെ ഇങ്ങനെ പോകാൻ അടിപൊളി. കൊള്ളാം എന്തായാലും. ഈ V4-ൻ്റെ ടയർമേൽ നമ്മളിപ്പോഴാണ് ശ്രദ്ധിക്കണത്. നൂല് കണ്ടു തുടങ്ങി കേട്ടോ. അപ്പോൾ പതുക്കെ നോക്കി ശ്രദ്ധിച്ചെടുക്കണം, ഇല്ലെങ്കിൽ പണിയാണ്. ഞാൻ ഇത്ര പെട്ടെന്ന് ഇതിൻ്റെ ടയർ പോകുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ആവാലോ. ഓ, ഫുള്ള് പൊടിയാക്കിയിട്ട് പോയി പായാൻ. വണ്ടിയുടെ ടയർ കുറച്ച് സീനായതുകൊണ്ട് തന്നെ നമുക്ക് ശ്രദ്ധിച്ച് നോക്കിയിട്ട് പോവാം. എന്തായാലും തിരിച്ച് നാട്ടിലേക്ക് എത്തേണ്ടത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടിമ ചെയ്യാന്നുള്ള മൈൻഡ്. പോണ വഴിക്കെങ്ങാൻ എന്തെങ്കിലും പണി കിട്ടിയാൽ നമുക്കറിയില്ല. എവിടെയൊക്കെ ടയർ കടകൾ, വർക്ക്ഷോപ്പ് ഒന്നും അറിയില്ല. എൻ്റെ പൊന്നെ, ഇത് രസമുണ്ട് കേട്ടോ. ഈ റോഡ് അടിപൊളിയായിട്ട് എന്തായാലും. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് പുല്ലുകൾക്കിടയിലൂടെ നമ്മൾ ഒരു വലിയൊരു കുന്നിങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. യെസ്, വ്യൂ പോയിന്റ് കൊള്ളാം. അതേലേ, ആ വഴിയാലേ കയറി പോകണ്ട. ഇനി ആ കാണുന്ന വഴി അങ്ങനെ കയറി പോകണം. നമുക്ക് ഇങ്ങനെ ഇറങ്ങാം എന്തായാലും. അയ്യോ, ഇവിടുന്ന് പിടിക്കണോ? ഓ, ഇതന്നെയായിരിക്കും വഴി. എല്ലാം ഒരു സ്ഥലത്തേക്കുള്ള വഴി തന്നെ. അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ഒരു പ്രത്യേകത കാണുന്നത്, ഒരു വഴിയല്ല ഉള്ളത്. ഒരു സ്ഥലത്തേക്ക് തന്നെ പോകാനായിട്ട് 2-3 വഴികളൊക്കെ അവിടെ കൊടുക്കും ഇങ്ങനെ ആയിട്ട് തെളിച്ച് കിടക്കണം. എനിക്ക് തോന്നുന്നു ജീപ്പുകാർ വരുമ്പോൾ ഒരു ജീപ്പ് അവിടുന്ന് ഒരു ജീപ്പ് ഇവിടുന്ന് വരികയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ഇപ്പോൾ എന്താ പറയുക, വഴി കൊടുക്കാനൊക്കെ ആയിട്ടായിരിക്കും അങ്ങനെ തന്നെ കിടക്കണത്.
എവിടേക്കോ കയറി പോണുണ്ട്. ഓക്കെ നോക്കാം. ഹൈവ എന്താ ഹെലിപ്പാഡ് പോലത്തെ ഒരു സ്ഥലവും. അവസാനം നമ്മൾ ഇവിടെ എത്തിയിട്ടാ. കൊള്ളാം, മൊത്തത്തിലൊരു 360 വ്യൂ. അവിടെ ഒരുപാട് മലനിരകൾ. ഇവിടെ എനിക്ക് തോന്നുന്നു നേരത്തെ അങ്ങേര് പറഞ്ഞ ആ ഒരു ഡാം ഇവിടെ തോന്നുന്നുണ്ട് കാണപ്പെടുന്നത്. കണ്ടില്ല നമുക്ക് ഇവിടെ മാത്രം കുറച്ചധികം വെള്ളങ്ങളും കാര്യങ്ങളൊക്കെ, വെള്ളം റിവർ പോലൊക്കെ കണ്ടില്ല നമുക്ക്. അപ്പോൾ ഇവിടെ തന്നെയാണ് ആ ഡാമിൻ്റെ ഒരു വശങ്ങളാണ് നമുക്ക് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഉളുപ്പുണ്ണി എന്ന് പറഞ്ഞ ഈ ഒരു സ്ഥലം ഇതും കൂടി ഇങ്ങനെ വന്നത് ലാസ്റ്റ് എൻ്റെ ആ കുത്തനുള്ള കയറ്റം കൂടി ഉണ്ടല്ലോ, ആ കയറ്റം കൂടി കയറി കഴിഞ്ഞാൽ അതാണ് എൻ്റെ എന്നാണ് ഒരു വിശ്വാസം. സിമ്പിൾ റോഡ്, നമുക്ക് ഡബിൾ വെച്ച് പോയായിരുന്നു വെറുതെ. നിങ്ങളെവിടെ ഇരുത്തി നിങ്ങൾ വെറുതെ എവിടെ ഇരുത്തി ഡബിൾ വെച്ച് പോയായിരുന്നു. അവിടെ ഒരു 360 വ്യൂ ഹെലിപ്പാഡ് പോലെ അവിടെ. ഡാമൊക്കെ കാണാൻ പറ്റും, നല്ല വലിയ ഡാം. പോണാ? കുറച്ചുള്ളൂ ഇവിടുന്ന് 1 കിലോമീറ്റർ കഷ്ടി. ഇടുക്കി ഡാമിനെ തോന്നണ്ട, അറിയില്ല. നമ്മ പറഞ്ഞൊന്നുമില്ലടാ ഇടുക്കി ഡാം വന്ന്. ദെൻ ഉളുപ്പുണ്ണി നമ്മൾ ഇറങ്ങി. ഇവിടെ അടുത്ത് തന്നെ ഒരു ഡാമിൻ്റെ വഴി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ. അപ്പോൾ ആ വഴിയിൽ തന്നെ പോയിട്ട് ടണലുണ്ട്. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇതിൽ കാണിക്കണത് ഇൻ കേസ് വാഗമണിൽ ഈ ഭാഗത്തൊക്കെ ആരെങ്കിലും ഇതുപോലെ ഓഫ് റോഡ് മൈൻഡിലൊക്കെ ആരെങ്കിലും വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് വരാട്ടുമേടുണ്ട്, പിന്നെ രണ്ടാമതായിട്ട് ഇപ്പം നേരത്തെ നമ്മൾ പോയ ചാർലിക്കുളം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സ്ഥലത്തേക്ക് പോകാം. പിന്നെ ഇപ്പോൾ ഉളുപ്പുണ്ണി നമുക്ക് ഏത് വണ്ടിയും വെച്ച് കയറാം. ലൈക്ക് ഇപ്പോൾ V4 വരെ വെച്ചിട്ട് നമുക്ക് കയറാം. മഴയത്തല്ല, മഴയത്ത് കുറച്ച് ടാസ്ക് ആയിരിക്കും. ഇങ്ങനത്തെ ഒരു ക്ലൈമറ്റിലൊക്കെ, അതായത് കുറച്ച് ഡ്രൈ ആയിട്ട് കിടക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ടെന്നല്ല, നല്ല രീതിയിൽ തന്നെ ഇല്ലാന്നുണ്ടെങ്കിൽ വണ്ടി അങ്ങോട്ട് കൊണ്ട് തെന്നിപ്പോവും. പക്ഷേ നമുക്ക് V4 വെച്ചിട്ട് കയറാൻ പറ്റും. നമ്മൾ കയറ്റിയായിരുന്നു, കുഴപ്പമില്ല. അപ്പോൾ അതിനുശേഷം നമ്മൾ നേരത്തെ കണ്ടിരുന്നല്ലോ ഒരു ഡാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ ആ ഡാമിൻ്റെ ഏകദേശം ആ ഒരു ഭാഗത്ത് തന്നെ അവിടെ ഒരു ടണലുണ്ടെന്നാണ് പറഞ്ഞത്. ആ ടണലും കൂടി കണ്ടിട്ട് നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ നമ്മളിത് നൈസായിട്ട് ലെഫ്റ്റിലേക്ക് ഒരു റോഡ് ഉണ്ടായിരുന്നു, ആ റോഡ് കയറിയിരിക്കുകയാണ് കേട്ടോ. അവിടുത്തെ ഒരു ചേട്ടനോട് വഴി ചോദിച്ച പ്രകാരം. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ആ പറഞ്ഞ ടണലെന്ന് തോന്നുന്നു. കരൺ ബ്രോ ഇവിടെ നിൽക്കുന്നുണ്ട്.
യെസ്, നമ്മൾ നേരത്തെ കണ്ട വെള്ളച്ചാട്ടം ഇതിലേക്കാട്ടാ വരുന്നേ. ഒഴുകി ഇതേ ഇതിലേക്ക് പോകുന്നുണ്ട്. കുട്ടു ഇവിടെ വണ്ടി നിർത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഐ തിങ്ക് ദിസ് ഈസ് ദി ഡെഡ് എൻഡ്. ഇല്ല ആ കണ്ടുണ്ടാവും. ഞാൻ ഇപ്പം ഇറങ്ങാം. യെസ്, അപ്പോൾ ഇതാണ് നമ്മ പറഞ്ഞ ആ ഒരു ടണൽ. ഒമ്പോ അപ്പം നമുക്ക് 2 വെള്ളച്ചാട്ടം പോലെ നമുക്ക് കാണാൻ പറ്റും. ഒന്ന് ദേ നമ്മൾ അവിടുന്ന് നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്ന ആ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ബാക്കിയായിട്ടുള്ള ദേ ഇവിടെ നമുക്ക് കാണാം. നല്ല കുത്തനെ തന്നെ ആയിട്ട് ഒലിച്ച് വരുന്നത് വെള്ളം. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ ആ ഒരു ടണൽ നമുക്ക് കാണാൻ പറ്റും. ജസ്റ്റ് ഇറങ്ങി കാണിച്ചു തരാം. കുറച്ച് വീഡിയോ ഞാൻ ഫോണിലെടുത്ത് കാണിച്ചു തരാം കേട്ടോ. നമ്മൾ വിചാരിച്ച പോലെ അല്ല കേട്ടോ. ഒരു ഇംഗ്ലീഷ് മൂവിയിലൊക്കെ കാണുന്ന പോലെ ഒരു ടെറർ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ അത് കാണുമ്പോൾ. നമുക്ക് ജസ്റ്റ് അതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് പോയിട്ട് നോക്കി വെക്കാം കേട്ടോ. വാ നമുക്ക് പോയി നോക്കി നോക്കാം. അഡ്വഞ്ചർ ആണല്ലോ നമ്മൾ അഡ്വഞ്ചേഴ്സ് ആണല്ലോ. വല്ല കുഴിയാ സുഭാഷാവും അവസാനം. നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കിടക്കുമ്പോൾ തന്നെ ഒരു അറ്റമൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. ഒരു ഭയാനകമായിട്ടുള്ളൊരു സ്ഥലം കിട്ടുമോ എന്ന് പിടിച്ച്. ശരിയാണ്, ശരിക്കും നമ്മൾ ഒരു ഇംഗ്ലീഷ് മൂവിയിലൊക്കെ കാണുന്ന പോലത്തെ ഒരു സ്ഥലം. യെസ് ഓഫ് കോഴ്സ്. ഫുള്ളി ഇരുട്ടാണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഈ കാണുന്ന ഈ ഒരു ടണൽ എന്ന് പറയണത് അത്യാവശ്യം ദൂരം അങ്ങോട്ടേക്ക് ഉണ്ടെന്നാണ് പറയണത്. കാരണം ഞങ്ങളിപ്പോൾ ജസ്റ്റ് നമുക്ക് ഊഹിക്കാന്നുള്ള കാര്യമുള്ളൂ. ഇത് തൊട്ടപ്പുറത്താണ് ഇതിൻ്റെ എൻഡ് എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്നുള്ള വെളിച്ചവും കാര്യങ്ങളൊക്കെ നമുക്ക്, അതായത് നെക്സ്റ്റ് എൻഡിൽ നിന്നുള്ള വെളിച്ചവും കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ചെങ്കിലും നമുക്ക് കിട്ടേണ്ടതാണ്. ഇത് നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ ഡീപ്പാണ്, കൂരിരുട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അത്ര സേഫ് അല്ല അതിലേക്ക് ദൂരേക്ക് അങ്ങോട്ടേക്ക് പോണത്. ഇതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള ആ ഉളുപ്പുണ്ണി ട്രയൽസിൻ്റെ അടുത്തുള്ള കപ്പക്കാനം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ടണൽ. നമ്മൾ ചാർലിക്കുളം പോയിട്ടുണ്ടായിരുന്നു, അതേപോലെ തന്നെ ഉളുപ്പുണ്ണി പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതേ കപ്പക്കാനം ടണൽ എന്ന് പറഞ്ഞിട്ടുള്ള ഇവിടേക്കും നമ്മളെത്തി. ഇതാണ് നമ്മളുടെ ഈ ഒരു ചെറിയൊരു വീഡിയോ. വാഗമണ്ണ് ഈ സൈഡിലേക്കൊക്കെ ആരെങ്കിലും ഇതുപോലെ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കവർ ചെയ്തിരിക്കണം, നല്ലതായിരിക്കും. രസമാണ്, നമുക്ക് ഈവനിങ് ടൈമിലൊക്കെ ജസ്റ്റ് എൻജോയ് ചെയ്ത് പോകാനുള്ള, അധികം ആരും അങ്ങനെ ശല്യത്തിനൊന്നും വരാത്ത പീസായിട്ടുള്ളൊരു പറ്റിയൊരു സ്ഥലം. അപ്പോൾ വേറൊരു വണ്ടിയുമായിട്ട്, അതല്ലാന്നുണ്ടെങ്കിൽ വേറൊരു ട്രാവൽ വ്ളോഗുമായിട്ട് നമുക്ക് പിന്നെ കാണാം. ബൈ.